മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 verses 28 to 29. അവന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. മാറാ രോഗബാധിതയായി 12 വർഷം തള്ളി നീക്കിയ സ്ത്രീ ആശ നഷ്ടപ്പെട്ടവളായിരുന്നു. അവളുടെ പണമെല്ലാം ചികിത്സയ്ക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. അവൾ ഈശോയെ പറ്റി കേട്ടിരുന്നു. ഈശോയുടെ വസ്ത്രാഗ്രഹമെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. രഹസ്യമായി അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ ഈശോയുടെ സമീപത്തെത്തി. വസ്ത്രങ്ങളിൽ സ്പർശിച്ചു. ഉടനെ അവൾ രോഗവിമുക്തിയായി. ഈശോയിൽ ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞിരിക്കുക. ഈശോയുടെ സ്പർശനം ഇന്നും രോഗം മാറ്റുവാൻ മതിയായതാണ്. എങ്ങനെ നമുക്ക് ഈശോയെ സ്പർശിക്കാം? ഈശോ കുരിശുമരണത്തോടുകൂടി ഭൗതിക ശരീരം ഉപേക്ഷിച്ചെങ്കിലും ആത്മീയ ശരീരത്തിൽ ഇന്ന് നമ്മോടുകൂടെ ജീവിക്കുന്നു. പണ്ട് രോഗികളെ സൗഖ്യമാക്കിയതുപോലെ ഇന്നും സൗഖ്യമാക്കുവാൻ താൻ പ്രാപ്തനാണ്. ഈശോയെ സ്പർശിക്കാമെങ്കിൽ ഇക്കാലത്തും തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യം തരും. ആ സ്ത്രീ വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കണം. ഈശോ സമീപത്തുണ്ട്, പക്ഷെ നാം അത് വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. അതിനാൽ നമുക്ക് അവനെ സ്പർശിക്കുവാൻ സാധിക്കുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ഈശോ ലോകാവസാനത്തോടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തിൽ ലളിതമായി വിശ്വസിക്കുമ്പോൾ താൻ തന്നെ നമുക്ക് അനുഭവമാക്കി തരും. ഈശോ നമ്മുടെ അരികിലുണ്ടെന്ന ബോധ്യം നമുക്ക് ലഭിക്കും. വിശ്വസിച്ചതുകൊണ്ട് നമ്മുടെ കൈകൾ അവന്റെ കൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോയുടെ സ്പർശനം നമുക്ക് ലഭിക്കും. ഈശോ ജീവിക്കുന്നവരെന്ന് വിശ്വസിക്കുന്നവരെ താൻ സ്പർശിക്കും, നമുക്ക് സൗഖ്യവും ലഭിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.